മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് 2 ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നീ വളരെ വലിയൊരു ഫാമിലി ജനിച്ചു. രണ്ടാമത്, നീ ക്വാളിഫൈഡ് ആണ്. ഇത് രണ്ടും ഇല്ലായിരുന്നു. അത് രണ്ടും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ഞാൻ ചോദിച്ചു, എന്തോ എയർ ട്രാഫിക് കൺട്രോൾ ടവർ. അപ്പോൾ വലിയ ടവറില്ലേ ഈ എയർപോർട്ടിൽ കാണുന്നത്, അതിനകത്ത് ആളുകൾ ഇരിപ്പുണ്ട്. അവരാണ് ഈ എയർപോർട്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അങ്ങനത്തെ ഒരു കമ്പനി വിൽക്കാനുള്ള ഉണ്ണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. വായിക്കാൻ പോവാണ്. അതെ, ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഈ 6 മില്യൺ പൗണ്ട്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ റുപ്പീസിൽ എത്രയായി പറയാം എന്ന് പറഞ്ഞാൽ ഏകദേശം 50 കോടി രൂപയായിരിക്കും. 50 കോടി രൂപയാണ് കമ്പനിയുടെ വില. നമ്മുടെ 10 ദിർഹമുണ്ട്. മിനിസ്റ്റർ പറഞ്ഞു, ഉണ്ണി ടെൽ മീ വാട്ട് ഡിസ്കൗണ്ട് യു ക്യാൻ ഗിവ് മീ. ഇപ്പം ഞാൻ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പം മിനിസ്റ്റർ തന്നെ ഇങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ 10-1 ഡിസ്കൗണ്ട് അതെങ്കിലും താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ മിനിസ്റ്റർ, ഞാൻ തരാം. ഹൈനസ്, ഐ വിൽ ഗിവ് ദിസ് ടു യു. ഗ്ലോബൽ മാർക്കറ്റിൽ എയർപോർട്ട് ടവർ, ആ ടവർ നിർമ്മിക്കുന്ന ഏക മലയാളിയും ഭാരതീയനുമാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിന്റെ സ്പാർക്കുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ സംരംഭകരുടെയും ഒരു മോഹമാണ് വലിയ വിറ്റുവരവുണ്ടാക്കുക, സമൂഹത്തിൽ അറിയപ്പെടുക, വലിയൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിൽ ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്ലോബൽ കമ്പനി ഉണ്ടാക്കുക, മറ്റു രാജ്യങ്ങളിൽ പോയി ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിൽ വിജയം നേടുക, എന്നിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുക. പല ആൾക്കാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കാം. എങ്കിൽ അത്തരമൊരു തീപ്പൊരി കഥയും അത്തരമൊരു തീപ്പൊരി സംരംഭകനെയുമാണ് സ്പാർക്കിൻ്റെ എപ്പിസോഡിലൂടെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ കൂടെ കഥ പറയാനിരിക്കുന്നത് ഐക്കോണിക് ഓൺട്രപ്രണർ ശ്രീ ഉണ്ണി ഭാസ്കർ. ഉണ്ണി സാർ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു വെരി മച്ച്. താങ്കളുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് ഉറപ്പുണ്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന്. എങ്കിലും തുടക്കമെന്ന നിലയ്ക്ക് താങ്കളുടെ സ്വന്തം നാട് എവിടെയാണ്? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോട്ടയത്താണ്. സ്കൂളിങ്ങും പ്രീ ഡിഗ്രിയും കോട്ടയത്ത് തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് താങ്കളെക്കുറിച്ച് ഞാനൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് താങ്കളൊരു ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അതെ അതെ. എന്താണ്, ആരൊക്കെയാണ് ബിസിനസ്സിലുണ്ടായത്? എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് ബിസിനസ്സിലാണ്. ഗ്രാൻഡ് ഫാദർ ആദ്യം ഒരു ഇൻവെൻറ്റർ ആയിരുന്നു. യു വാസ് എൻ ഇൻവെൻറ്റർ. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ തന്നെത്താനെ 3-4 ഫാക്ടറീസ് തുടങ്ങി. റബ്ബർ വുഡ് പ്രോസസ്സിങ് വേൾഡിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പൂപ്പനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? VG കരുണാകര പണിക്കർ. അപ്പൂപ്പൻ തുടങ്ങിയ കമ്പനിയാണ് സൗത്ത് ഇന്ത്യൻ ടിമ്പർ ഇൻഡസ്ട്രീസ്. വളരെ ഫേമസ് ആയിട്ടൊരു കമ്പനിയായിരുന്നു റബ്ബർ വുഡ് പ്രോസസ്സിങ്ങിൽ. അത് കഴിഞ്ഞ് അച്ഛൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അച്ഛൻ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛനും റബ്ബർ വുഡ് പ്രോസസ്സിങ് വളരെ ആക്റ്റീവായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ ഇപ്പം ഒരു കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് റിട്ടയർഡാണ്. അത് കഴിഞ്ഞാണ് ഞാനും. അതുകൊണ്ട് എനിക്ക് ബിസിനസ് അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയെ പറ്റി എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുടുംബം ബിസിനസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ നേരെ അച്ഛൻ്റെ കൂടെയാണോ ബിസിനസ്? അല്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എനിക്ക് നല്ല ഐ ഹാഡ് വെരി ഗുഡ് സ്കോർസ്, പ്രോബ്ലി 1st or 2nd റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് എന്നെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ഒരു കമ്പനി സെലക്ട് ചെയ്തു. ഹൈദരാബാദിൽ ഞാൻ 1 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 1 കൊല്ലം TKM കോളേജിൽ പഠിപ്പിക്കാൻ കയറി. സിവിൽ സർവീസസ് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കയറിയത്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ കയറി. അപ്പോൾ IAS മോഹം വിട്ടു അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ കയറി. എങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? അതെ, അതെനിക്കൊരു 3 കൊല്ലം അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഓപ്പണിംഗ് വന്നു. മസ്കറ്റിൽ ഒരു ടിമ്പർ പ്രോസസ്സിംഗ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വിളിച്ചു. ഒരു ബിഗ് ഗ്രൂപ്പ്, സുഹേൽ ആൻഡ് സൗത്ത് ഭഗവാൻ എന്ന് പറഞ്ഞ്, അവർക്ക് വേണ്ടി ഒരു ടിമ്പർ പ്രോസസ്സിംഗ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി. ചോദിച്ചോട്ടെ, ടിമ്പർ ഫാക്ടറി പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഈ മേഖലയിൽ താങ്കളുടെ പാരമ്പര്യമായിട്ട് കുടുംബ മേഖലയിൽ ഉള്ളതുകൊണ്ട് കിട്ടിയ അവസരം? അതെ, അതുകൊണ്ട് കിട്ടിയ അവസരമാണ്. അങ്ങനെ മസ്കറ്റിൽ ചെന്ന് 1 കൊല്ലം ഫാക്ടറിയൊക്കെ സെറ്റപ്പ് ചെയ്തു. ആ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ നിൽക്കാനുള്ള സ്ഥലമല്ല, എനിക്ക് എന്തായാലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് 94 ദുബായിൽ വന്നു. 95 ഐ കെയിം ടു ദുബായ്, വർക്ക്ഡ് വിത്ത് അനദർ ഗ്രൂപ്പ് ഫോർ 1 year വിച്ച് ഇസ് ഇൻ ടു ഇൻ്റർനാഷണൽ ട്രേഡിംഗ്. അത് കഴിഞ്ഞ് ഐ ലെഫ്റ്റ് ദം ആൻഡ് സ്റ്റാർട്ടഡ് മൈ ഓൺ ബിസിനസ്. അപ്പോൾ അതിനുള്ള മൂലധനമൊക്കെ ഉണ്ടായിരുന്നു? മൂലധനം ഇല്ലായിരുന്നു, പക്ഷേ ഐ ഹാഡ് എ വിൽ. വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് ഹൂ മൂഡ് മൈ ചീസ് എന്നൊരു ബുക്ക് വായിക്കാൻ ഒരു ഡോക്ടർ സ്പെൻസർ ജോൺസന്റെ വളരെ സ്മോൾ ബുക്ക്, പക്ഷേ വെരി ഇൻസ്പയറിംഗ് ബുക്ക്. അത് വായിച്ചതാണ് എനിക്കുള്ള വഴിത്തിരിവ്. ബുക്ക് വായിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പം വളരെ കംഫർട്ട് സോണിലാണ്, എല്ലാ മാസവും ശമ്പളം വരുന്നുണ്ട്. ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വരണം എന്ന് വിചാരിച്ച് ഒരു ദിവസം രാത്രി ഡിസൈഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഐ പുട്ട് അപ്പ് മൈ റെസിഗ്നേഷൻ. അടുത്ത ദിവസം ഐ സെറ്റ് അപ്പ് മൈ ബിസിനസ്. ഹൂ മൂഡ് മൈ ചീസ് ആണ് ജീവിതം മാറ്റിയത്. അബ്സല്യൂട്ട്ലി. ശരി, എന്ത് സംഭവിച്ചു? പണം എത്ര കയ്യിലുണ്ടായിരുന്നു? എൻ്റെ കയ്യിൽ എല്ലാം കൂടി 2000 ദിർഹം കാണുമായിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ കോൺടാക്ട് അവിടെ ഉണ്ടായിരുന്നു.
അവർ ഒരു ലേഡി ആയിരുന്നു, വെരി സീനിയർ ലേഡി, പ്രോബ്ലി വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് വുമൻ ഇൻ UAE, മലയാളി. അവർ വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് 2 ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നീ വളരെ വലിയൊരു ഫാമിലി ജനിച്ചു. രണ്ടാമത്, നീ ക്വാളിഫൈഡ് ആണ്. ഇത് രണ്ടും ഇല്ലായിരുന്നു. അത് രണ്ടും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. അത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് വളരെ സക്സസ്ഫുൾ ആവാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ നിനക്കൊരു സ്പോൺസറിനെ തരാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ നല്ലൊരു സ്പോൺസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ സ്പോൺസറാണ്. ഇപ്പോഴും എല്ലാ കൊല്ലവും ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. ബിസിനസ് തുടങ്ങിയപ്പം എൻ്റെ കയ്യിൽ 2000 ദിർഹമേ ഉള്ളൂ. ഞാൻ ആദ്യം കുറേ എംബസീസിൽ പോയി അവരുടെ പ്രോഡക്റ്റ്സ് എനിക്ക് റെപ്രസെൻറ്റേഷൻ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പല എംബസീസിലും കയറി ഇറങ്ങിയ കൂട്ടത്തിൽ ഫ്രഞ്ച് കോൺസുലേറ്റിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ഫ്രഞ്ച് കൊമേഴ്ഷ്യൽ അറ്റാച്ചി ഒരു ലേഡിയായിരുന്നു. അവരെൻ്റെ അടുത്ത് എന്തോ ഒരു ദയ തോന്നി. അവർ പറഞ്ഞു, ഞാനൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തരാമെന്ന് പറഞ്ഞൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആ കമ്പനിയെ വെച്ച് എനിക്ക് വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടി. എന്തായിരുന്നു ആ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് മൊസൈക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർ ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ഒരു പ്രാവശ്യം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർ ഈ ഗ്ലാസ് മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡോംസിൻ്റെയൊക്കെ മുകളിൽ, ഈ മോസ്കിൻ്റെയൊക്കെ ഡോംസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവർ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലാണ് എനിക്ക് തന്നിട്ട് ഇവർ അയാളുടെ നമ്പറും തന്നു. അപ്പോൾ അന്ന് ഇമെയിലും ഒന്നുമില്ല, മൊബൈൽ നമ്പർ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ടെലിഫോണുണ്ട്, ഫാക്സ് നമ്പറും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിലും എടുത്ത് തിരിച്ച് വന്ന ഉടനെ ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ 1 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവിടെ പഠിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അവിടുത്തെ സീനിയർ മോസ്റ്റ് പേഴ്സൺ ഒരു ഷാഹുൽ ഹമീദ് എന്നൊരാളാണ്. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ട് അൽഗുറേർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുവാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ചെക്ക് ചെയ്തപ്പം അവർ പറഞ്ഞു ഇമ്പോസിബിൾ ആണ്, കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഈസ് വെരി വെരി സീനിയർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്നപ്പം അയാൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. അയാൾ പറഞ്ഞു, സാറാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ പകുതി പ്രായമേ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ സാറെന്നല്ല പറഞ്ഞു, ഞാൻ അവിടെ അതേ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു 2 മിനിറ്റ് നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി അകത്തോട്ട് കയറ്റി. പക്ഷേ എനിക്ക് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഷാഹുൽ ഹമീദ് എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്പോൺസറിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അബ്ദുള്ള അൽഗുറേറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ്. UAE പ്രോബ്ലി ലാർജസ്റ്റ് ബിസിനസ് ഗ്രൂപ്പാണ് അൽഗുറേർ ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഡയറക്റ്റായിട്ട് ഇൻട്രൊഡക്ഷൻ കിട്ടി. അദ്ദേഹം വഴിയാണ് എനിക്ക് ആദ്യത്തെ കോൺട്രാക്ട് ചെയ്തത്. എന്തായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ നൈഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മോസ്ക് പണിയുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ സൈറ്റിൽ വരാൻ പറഞ്ഞു. ഞാൻ സൈറ്റിൽ ചെന്നപ്പം എൻ്റെ അടുത്ത് അൽഗുറേർ പറഞ്ഞു, ഇതാണ് സൈറ്റ്, ഈ ഡോം എനിക്ക് ഡെക്കറേറ്റ് ചെയ്യണം, എന്തോ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് പെട്ടെന്ന് ആലോചന വന്നു, ഈ ഫ്രഞ്ച് എംബസി വെച്ച് കൊമേഴ്ഷ്യൽ അറ്റാച്ച് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, അത് ഈ ഡോമിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. സംസാരിച്ചിട്ടുമില്ല, എനിക്കൊരു വിവരവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ബെസ്റ്റ് പ്രോഡക്റ്റ് ഫ്രാൻസിലാണ് ഉണ്ടാക്കുന്നത്, അവർ നമ്മുടെ ഏജൻസ്, ഞങ്ങളാണ് അവരുടെ ഏജൻസ്, ഞാൻ ആ പ്രോഡക്റ്റ് കൊണ്ടുവരാം, ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അത് പറഞ്ഞു, ഓക്കെ അടുത്ത ആഴ്ച എന്നെ വന്ന് കാണാം, പക്ഷേ എനിക്കൊരു പ്രപ്പോസലുമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഓടി തിരിച്ചു വന്ന് ഫ്രഞ്ച് കമ്പനിയെ കോൺടാക്ട് ചെയ്തു, ഡ്രോയിങ്സ് ഒക്കെ എടുത്തു. ഫ്രഞ്ച് കമ്പനിയെ കോൺടാക്ട് ചെയ്ത് എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഫാക്സ് അയച്ച് അവരുടെ അടുത്തുനിന്നൊരു കൊട്ടേഷനും വന്നു. അവർ കൂറിയർ സാമ്പിൾസ് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഓർഡർ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അവർ ഈ സാമ്പിൾ അയച്ചപ്പം 2 ബോക്സസാണ് സാമ്പിൾസ് അവർ അയച്ചത്. 2 കമ്പനികൾക്കായിട്ട് അയച്ചതായിരിക്കും, പക്ഷേ അവർ ഡെലിവർ ചെയ്ത് TNT കൂറിയർ കമ്പനി ഡെലിവർ ചെയ്ത റോങ് ബോക്സ് ആയിരുന്നു. 2 നിങ്ങൾക്ക് തന്നെ? ആ 2 ബോക്സും എനിക്ക് തന്നെ വന്നു. ഉടനെ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ബോക്സ് പൊളിക്കില്ല, അത് തിരിച്ചു തരണം എന്ന് വെച്ചാൽ ഞങ്ങൾ റോങ് ഡെലിവറി ആയിരുന്നു. ഞാൻ പക്ഷേ അപ്പോഴത്തേക്ക് പൊളിച്ച ബോക്സ് റോങ് ബോക്സ് ആയിപ്പോയി. അതിനകത്തൊന്നും സാധനം എടുത്ത് മാറ്റുകയും ചെയ്തു. ഞാൻ ഉടൻ തന്നെ അത് തിരിച്ച് സ്റ്റാമ്പ് എല്ലാം സീൽ ചെയ്തു. പക്ഷേ സാമ്പിൾസ് എല്ലാം കൂടെ മിക്സപ്പ് ആയി പോയതുകൊണ്ട് സാമ്പിൾ എനിക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരുടെ കാറ്റലോഗ്സ് എല്ലാം കൂടെ ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഈ സൈറ്റിൽ പോയപ്പോൾ സൈറ്റിൽ മറ്റേ കമ്പനിയുടെ ആളുകളും ഉണ്ട്, ഞാനും ഉണ്ട്. പക്ഷെ അവർക്ക് സാമ്പിൾ ഇല്ല, എനിക്ക് സാമ്പിളുണ്ട്. ഈ സെയിം കമ്പനി അയച്ച സാമ്പിളാണ്? സെയിം കമ്പനി അയച്ച സാമ്പിൾ, സെയിം കമ്പനി 2 പേർക്ക് ഒരേ പ്രൈസ് അയച്ച. അവർക്ക് എൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞ് വന്ന ആളുകളുടെ പ്രൈസ് വാസ് മച്ച് ലോവർ, എൻ്റെ പ്രൈസ് വാസ് ഹൈ. പക്ഷേ Abdullah Al Ghurair decided to place an order with me because he thought I was a genuine agent. The presentation was much better. Adana my breakthrough. That was a small job, maybe about 400,000-500,000 dirhams. പക്ഷെ അന്ന് എനിക്ക് ഈ 2000 ദിറം വെച്ച് തുടങ്ങുമ്പോൾ ഒരു 500,000 ദിറംസിന് 50 ലക്ഷം രൂപയാണ്. 20,000 രൂപ വെച്ചൊരു 50 ലക്ഷം രൂപ ആദ്യത്തെ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ജോക്ക്. അവിടെ ബിസിനസ് വളർന്നോ?
അവിടുന്ന് ബിസിനസ് ഞങ്ങൾക്ക് പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ ഒരു ഇയർലി ടേൺ ഓവർ ആ സമയത്തൊക്കെ എനിക്കൊരു 1 മില്യൺ 1 മില്യൺ ദിറംസ് 1.2 മില്യൺ ദിറംസ് ഒക്കെ ഉള്ളൂ. അത് ഈ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ വെൻറ്റ് ഇൻ ടു വേരിയസ് അതർ പ്രോഡക്ട്സ്, പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നോക്കി. എനിക്കൊരു ബ്രേക്ക് ത്രൂ വന്നത് ഒരു ബ്രിട്ടീഷ് കൺസൾട്ടൻ്റ്, ഒരു ഫിലിപ്പ് വെസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണി ഒരു കമ്പനി UK വിൽക്കാനുണ്ട്, അവർ എയർ ട്രാഫിക് കൺട്രോൾ ടവേഴ്സ് പണിയുന്ന കമ്പനിയാണ്. ഞാൻ ചോദിച്ചു എന്തോ എയർ ട്രാഫിക് കൺട്രോൾ ടവർ? പറഞ്ഞാൽ വലിയ ടവറില്ലേ ഈ എയർപോർട്ടിൽ കാണുന്നത്, അതിനകത്ത് ആളുകൾ ഇരിപ്പുണ്ട്, അവരാണ് ഈ എയർപോർട്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അങ്ങനത്തെ ഒരു കമ്പനി വിൽക്കാനുള്ള ഉണ്ണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ അന്ന് രൂപയില്ല ഒന്നുമില്ല. അപ്പം ഞാൻ അതിൻ്റെ കമ്പനി ചോദിച്ചോട്ടെ, അത് 2000 ദിർഹം കൊണ്ടൊരു കമ്പനി തുടങ്ങിയതാണ്, അല്ലറ ചില്ലറ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വാങ്ങിക്കാൻ പോകുന്നത് 6 മില്യൺ പൗണ്ട്സ് ആണ് അവരന്ന് ചോദിച്ചത്. വാങ്ങിക്കാൻ പോവാണ്. എവിടെ? UK ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞു. എന്താ സംഭവിച്ചത്? അപ്പം ഞാനും ഫിലിപ്പും കൂടെ UK ഗിൽഫഡിൽ പോയി ഈ കമ്പനിയുടെ പേര് അലിഫാബ്സ് എന്നാണ്. ഈ കമ്പനി പോയി അതിൻ്റെ ഓണറിനെ കണ്ടു, പെക്ടാറ്റിനെ കണ്ടപ്പോൾ പെക്ടാറ്റ് പറഞ്ഞു ഉണ്ണി 6 മില്യൺ പൗണ്ട്സ് ആണ്, പക്ഷേ ഞങ്ങൾക്ക് ഫണ്ട്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അപ്പോൾ എൻ്റെ പേഴ്സണത് ആ കൂടെ 10 രൂപയുള്ളൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പ്രേക്ഷകർ ഈ 6 മില്യൺ പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിൽ എത്രയായി പറയാം? എന്ന് പറഞ്ഞാൽ ഏകദേശം 50 കോടി രൂപയായിരിക്കും. 50 കോടി രൂപയാണ് ആ കമ്പനിയുടെ വില. നമ്മുടെ 10 ദിർഹം ഉണ്ട്. ശരി, തുറന്നോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 5 കൊല്ലത്തെ സമയം വേണം. എന്താ വെച്ചാൽ അന്ന് ദുബായിയുടെ പുതിയ പ്രോജക്റ്റ്, ദുബായ് എയർപോർട്ടിൽ പുതിയൊരു ടവർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഷുവറായിരുന്നു ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ടവറിൻ്റെ കൺസ്ട്രക്ഷൻ കിട്ടും. ആ കൺസ്ട്രക്ഷൻ 26 മില്യൺ ദിറംസാണ്. അപ്പോൾ അതിനകത്തൊരു 10% കിട്ടുവാണെങ്കിൽ തന്നെ ഒരു 2 to 3 മില്യൺ ദിറംസ് കിട്ടി. അപ്പോൾ അതിനകത്തുനിന്ന് കുറേ പേയ്മെൻറ്റ്സ് കൊടുക്കുക. അങ്ങനെ 5 കൊല്ലം കൊണ്ട് ഞാൻ അപ്പോൾ അന്ന് എങ്ങനെ എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, ഒരു ഡ്രാഫ്റ്റ് അഗ്രിമെൻറ്റ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ദുബായ് വന്നപ്പോൾ എന്നെ ഈ പെക്ടാറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ഈ കമ്പനി വാങ്ങിക്കാൻ വേണ്ടി വേറൊരു വലിയ ഗ്രൂപ്പ് UK ബേസ്ഡ് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ കമ്പനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഔട്ട്റൈറ്റ് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ട്? എനിക്കൊരു ഒബ്ജക്ഷൻ ഇല്ല, പക്ഷേ നിങ്ങൾ ഈ കമ്പനി വിൽക്കുന്ന ആളുകളുടെ അടുത്ത് പറയണം UAE മിഡിൽ ഈസ്റ്റിൻ്റെ കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ എനിക്ക് തരാൻ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് ഇപ്സ്വിച്ച് എന്ന് പറഞ്ഞ് UK ഒരു സ്ഥലത്ത് അവിടുത്തെ കമ്പനിയാണ് ഇത് വാങ്ങിക്കുന്നത്. ഇപ്സ്വിച്ചിൽ പോയി അവരുമായിട്ടൊരു ഡീൽ സൈൻ ചെയ്തു. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അവർ എന്ത് പ്രോജക്റ്റ് ചെയ്യണം? താങ്കൾ വഴി എല്ലാം മിഡിൽ ഈസ്റ്റിലെ കംപ്ലീറ്റ് പ്രോജക്റ്റ് വഴി എനിക്ക് 10% കമ്മീഷൻ കിട്ടും. അങ്ങനെ ദുബായ് എയർപോർട്ടിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് വന്നപ്പോൾ എനിക്ക് കമ്മീഷൻ എത്തി മാത്രം ഒരു 3 മില്യൺ ദിറംസ് കിട്ടി. ഇന്ത്യൻ റുപ്പീസ് എത്രയായി? 3 മില്യൺ ദിറംസ് അന്നത്തെ ഇതനുസരിച്ച് 3 കോടി രൂപയാണ്. 3 കോടി കയ്യിൽ വന്നു. അപ്പോൾ അത് ഞാൻ കുറേ ഒരുപാട് എനിക്ക് അവരുടെ കൂടെ ഒരുപാട് മൂവ് ചെയ്യേണ്ടി വന്നു. അവരുടെ ഇൻട്രഡക്ഷൻസ്, അവരുടെ ടെക്നിക്കൽ സെമിനാർസിലെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ താങ്കൾ ഈ ട്രേഡിംഗിൽ നിന്നൊക്കെ ഒരു വളരെ ഉയരത്തിലോട്ട് എത്തി, വലിയ ആൾക്കാരെയൊക്കെയാണ് അന്ന് മീറ്റ് ചെയ്യുന്ന ഷെയ്ഖ് അഹമ്മദ്, മിനിസ്റ്റർ, എമിറേറ്റ്സിൻ്റെ ചീഫ്, ദുബായ് എയർപോർട്ടിൻ്റെ ചീഫ്, ഈ കോൺട്രാക്ടിങ് കമ്പനി ബെക്ടലിൻ്റെ ചീഫ്, ബെക്ടൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബെക്ടലിൻ്റെ ചീഫ്. അപ്പോൾ എൻ്റെ ലെവൽ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി മാറി. വലിയ ആൾക്കാരെയാണ്. അപ്പോൾ അന്ന് ഇവരുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ എറ്റിക്കറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം പഠിപ്പിച്ചു തന്നെ എനിക്ക് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ വർക്ക് ചെയ്യുക വിത്ത് മൈ ഓൺ കമ്പനി. ഞാൻ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഞാൻ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്ക് 10% കമ്പനി. പക്ഷേ അവർ ശരിക്കും ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ദേ വർ മേക്കിംഗ് ലോസസ്. പക്ഷേ എനിക്ക് എന്തായാലും 10% കമ്മീഷൻ കിട്ടും. വെദർ ദേ മേക്ക് മണി ഓർ നോട്ട്, ദേ വിൽ പേ മീ 10%. അപ്പോൾ ഇങ്ങനെ 2 പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് യു ആർ നോട്ട് മേക്കിംഗ് മണി, യു ആർ ലൂസിങ് മണി. അപ്പം വേറെ കോമ്പറ്റീഷൻ ഇല്ല. സോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് ഇൻക്രീസിങ് ദ പ്രൈസ്? നിങ്ങൾ പ്രൈസ് കൂട്ടുന്നുണ്ട്. സോ യു മേക്ക് മണി, സോ വി മേക്ക് മോർ മണി. ഇപ്പോൾ പറഞ്ഞില്ല, അത് പറ്റത്തില്ല, ദാറ്റ് ഇസ് അഗൈൻസ്റ്റ് അവർ ലോ. ഞങ്ങൾ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്, ആ കാൽക്കുലേഷൻ വെച്ചാൽ ഞങ്ങൾ പോകത്തുള്ളൂ. തെറ്റാണ് കാൽക്കുലേഷൻസ്. എന്താ വെച്ചാൽ നമ്മൾ മലയാളിയാണല്ലോ, മല്ലു മൈൻഡ് ഓൾവേസ് വർക്ക്സ്. അപ്പം അത് കഴിഞ്ഞ് വന്ന പ്രോജക്റ്റ് ദുബായ് ജബൽ അലി എയർപോർട്ടിൻ്റെ പ്രോജക്റ്റ്, അത് വേൾഡിലെ ഏറ്റവും വലിയ കൺട്രോൾ ടവറാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫ്രഞ്ച് കൺസൾട്ടൻസ് ആണ്, ADP എയർപോർട്ട് ഡി പാര എന്ന് പറഞ്ഞ കൺസൾട്ടൻസ് ചെയ്യുന്നത്, ഫ്രഞ്ച് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി, ഈ അലിഫാബ്സിന് വേണ്ടി, ടെക്സിന് വേണ്ടി ഞാൻ ഈ ഗവൺമെൻറ്റിനെ പോയി കണ്ടു. ഗവൺമെൻറ് അടുത്ത് ഞാൻ എല്ലാ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞിരിക്കുന്ന ജോമെട്രി തെറ്റാണ്. അവരുടെ ജോമെട്രി ഈസ് നോട്ട് കറക്റ്റ്. ഐ ആം എൻ എഞ്ചിനീയർ, സോ ഐ ക്യാൻ ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഈ പ്രിൻസിപ്പൽസിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബ്രിട്ടീഷ് കമ്പനി അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ജോമെട്രി തെറ്റാണ്, അത് കംപ്ലീറ്റ് റീഡ്രോ ചെയ്യണം. പറഞ്ഞു നല്ല ഉണ്ണി, ഞങ്ങൾ വി ആർ വെരി ഷുവർ, ഞങ്ങൾ ഈ ബിസിനസ് ചെയ്തിട്ട് എത്രയോ നാളുകളായി, ദിസ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രൈസ് കോട്ട് ചെയ്ത പ്രൈസ് വാസ് വെരി ലോ. ഞാൻ പറഞ്ഞു ലുക്ക്, യു ആർ ഗോയിങ് ടു ലൂസ് മണി, നിങ്ങൾ കാശ് ലൂസ് ചെയ്യും, നിങ്ങൾ കാശ് ഉണ്ടാക്കില്ലെങ്കിൽ എനിക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഐ ആം ഗോയിങ് ടു കോട്ട് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കമ്പനി വഴി സെപ്പറേറ്റ് ആയിട്ട് കോട്ട് ചെയ്തു, വിച്ച് വാസ് ഓൾമോസ്റ്റ് ട്വൈസ് ആസ് എക്സ്പെൻസീവ് ആസ് ദ ബ്രിട്ടീഷ്. ഇരട്ടിയായിട്ട് കോട്ട് ചെയ്തു.
അപ്പോൾ എൻ്റെ അടുത്ത് അപ്പം തന്നെ ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചു വന്ന് നിങ്ങളുടെ പ്രൈസ് ഭയങ്കര കൂടുതൽ, അങ്ങനെ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ഒരാൾ കോട്ട് ചെയ്യുന്ന പ്രൈസ് എങ്ങനെ ഇത്രയും കൂടുന്നത്, ബ്രിട്ടീഷുകാർക്ക് നിങ്ങളുടെ പകുതി വിലയുള്ളൂ എന്നൊക്കെ ചോദിച്ചു. ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. കോൺട്രാക്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കോൺട്രാക്ട് പോയി, നോ പ്രോബ്ലം. അബുദാബിയിൽ ആക്സിഡൻ്റലായിട്ട് ഒരു എൻക്വയറി എൻ്റെ അടുത്ത് വന്നു. 4 വലിയ കൺട്രോൾ ടവേഴ്സ്, ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി UAEയുടെ കംപ്ലീറ്റ് എയർ സ്പേസ് കൺട്രോൾ ചെയ്യാനുള്ള 4 വലിയ ടവേഴ്സിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് 58 മില്യൺ ദിറംസ്, ഇന്ത്യൻ റുപ്പീസ് 58 കോടി രൂപ. ഇന്നത്തെ കണക്കനുസരിച്ച് 110 കോടി രൂപ. അപ്പോൾ ഇത് വന്നപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ ഗ്രീക്ക് കമ്പനിയായിരുന്നു, ഒരു അത്തീന എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് കമ്പനിയാണ് കോൺട്രാക്ട്. ഞാൻ ഗ്രീക്സിൻ്റെ അടുത്ത് പോയി. ബ്രിട്ടീഷ് കൺസൾട്ടൻസ് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ലുക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രീ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ ഇതിന് മുമ്പ് ടവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? പറഞ്ഞു ഓക്കെ, നിങ്ങൾ കൊട്ടേഷൻ തരാൻ പറഞ്ഞു. ഞാൻ ഈ എൻക്വയറി എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് കമ്പനി, ഞാൻ ഗൾഫിൽ പോയി കണ്ട ഞാൻ ഈ കംപ്ലീറ്റ് എൻക്വയറി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ടോണി നമുക്കിത് എങ്ങനെയെങ്കിലും കോട്ട് ചെയ്യണം, നമുക്കിത് പറഞ്ഞു. ഉണ്ണി ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ്സ് വെരി ബിഗ്, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഉടൻ ചൈനയിൽ പോയി. ചൈനയിൽ ബോഷാൻ എന്ന് പറഞ്ഞ ബൗ സ്റ്റീൽ എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും വലിയ കമ്പനി, അവിടെ പോയി സ്റ്റീൽ മാനുഫാക്ചറേഴ്സ്, അവിടെ ചെന്ന് അവരെ പോയി കണ്ടു. അവരെ പോയി കണ്ടിട്ട് അവരുടെ കൂടെ ഒരു ഫുൾ വീക്ക് അവരുടെ കൂടെ ഇരുന്ന് 26 പേരെ ഫുൾ ടൈം സ്മോക്ക് ചെയ്ത് രാവിലെ തൊട്ട് രാത്രി വരെ സ്മോക്ക് ചെയ്ത സ്മോക്കിംഗ് ചേമ്പറിനകത്ത് ഞാൻ ഇരുന്ന് പ്രൈസ് എടുത്ത് ഞാൻ കൊട്ടേഷനുമായിട്ട് തിരിച്ചു വന്ന് നേരെ മിനിസ്റ്ററിനെ പോയി കണ്ടു. മിനിസ്റ്ററിനെ കണ്ടപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു എവറിത്തിങ് ഈസ് ഓക്കെ, പക്ഷേ വി കനോട്ട് ഡീൽ വിത്ത് ചൈനീസ്. ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി. പക്ഷേ ഞാൻ അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിൽ ഐ വെൻ ടു ലണ്ടനിൽ പോയി ടോണിയെ പോയി കണ്ടു. ടോണിയുടെ അടുത്ത് ടോണി അയാളെ പോയി കണ്ടു. പറഞ്ഞു ടോണി ഇത് എല്ലാം ഞാൻ ചെയ്യാം, നിങ്ങളൊന്നും അറിയണ്ട, പക്ഷേ നിങ്ങൾ കമ്മിൻ ആസ് എ പ്രോജക്ട് മാനേജർ, നിങ്ങളുടെ സൂപ്പർവിഷനിൽ നിങ്ങളുടെ ആളുകൾ സൂപ്പർവൈസ് ചെയ്ത് നിങ്ങൾ വിൽ ലീഡ് ദ JV, വി വിൽ ഫോം എ JV ജോയിന്റ് വെഞ്ചർ ആൻഡ് നിങ്ങൾ JV ലീഡ് ചെയ്യണം, നമുക്ക് വി വിൽ ഡു ദിസ്. കാണിച്ചാൽ മതി അറബിക്ക്. ഞാനപ്പോൾ സായിപ്പുമായിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടുപേരോട് പോയി മിനിസ്റ്ററിനെ കണ്ടു. വി സൈൻ ദ കോൺട്രാക്ട്. പക്ഷേ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യത്തെ നല്ല പ്രൈസ് ആയിരുന്നു. മിനിസ്റ്റർ പറഞ്ഞു, ഉണ്ണി ടെൽ മീ വാട്ട് ഡിസ്കൗണ്ട് യു ക്യാൻ ഗിവ് മീ. അപ്പോൾ ഞാൻ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പം മിനിസ്റ്റർ തന്നെ ഇങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ 10-1 ഡിസ്കൗണ്ട് അതെങ്കിലും താന്ന് പറയും. ഞാൻ പറഞ്ഞു ഓക്കെ മിനിസ്റ്റർ ഞാൻ തരാം, ഹൈനസ് ഐ വിൽ ഗിവ് ദിസ് ടു യു, പക്ഷേ എനിക്ക് അബുദാബി വരുന്ന കൺട്രോൾ ടവറിൻ്റെ കോൺട്രാക്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. മിനിസ്റ്റർ ദാറ്റ് ഇസ് യുവേഴ്സ്. അപ്പോൾ എനിക്ക് ഈ 4 കോൺട്രാക്ട് വിച്ച് ഇസ് പ്രോബ്ലി 4 times ആസ് ബിഗ് ആസ് ദുബായ് എയർപോർട്ട്, അതും അബുദാബി എയർപോർട്ടിൻ്റെ കൺഫർമേഷനും കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിസൈനൊക്കെ തുടങ്ങാനിരുന്ന സമയത്ത് എനിക്ക് ദുബായ് എയർപോർട്ടിൽ നിന്നൊരു കോൾ വരുന്നു. എന്നെ ദുബായ് എയർപോർട്ട് ചീഫ് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് കാണണം. ഞാൻ പറഞ്ഞു മാഡം എൻ്റെ സമയം കളയല്ല, മാഡത്തിൻ്റെ സമയവും കളയല്ല, രണ്ടുപേരുടെ സമയം ഭയങ്കര വിലപ്പെട്ടാണ്. അപ്പോൾ മാഡം പറഞ്ഞു ഉണ്ണി എനിക്ക് നാളെ രാവിലെ 7:30 കം ടു ദുബായ് എയർപോർട്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ 7:30 ദുബായ് എയർപോർട്ടിൽ പോയി. അവരെ പോയി കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യണം ദുബായ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി കോൺട്രാക്ട് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് കൊടുത്തല്ലോ. പറഞ്ഞാൽ അവർ ബാക്ക് ഔട്ട് ചെയ്തു. അവർ പറഞ്ഞു ജോമെട്രി ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നൗ വി ട്രസ്റ്റ്, ദിസ് ഇസ് വാട്ട് ഐ ടോൾഡ് യു. അപ്പോൾ ഫ്രഞ്ച് കൺസൾട്ടൻസ് എന്നെ ചീത്ത വിളിച്ച ആളുകൾ അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണി വി വോണ്ട് യു ടു റീഡിസൈൻ ദ ഹോൾ തിങ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് us ടു ഡു ദ റീഡിസൈൻ. അങ്ങനെ ഞാൻ റീഡിസൈൻ ചെയ്ത ടവർ എൻ്റെ പ്രൈസിന്, ഒറിജിനൽ പ്രൈസിന് എനിക്ക് ആ കോൺട്രാക്റ്റും കിട്ടി. അപ്പോൾ 2 കോൺട്രാക്ട് അബുദാബിയിലും ദുബായിലും. ഇതിന്റെ ഇന്ത്യൻ റുപ്പീസിന് ഇന്നത്തെ കാലത്ത് എത്ര വിലയുണ്ട്? എല്ലാം കൂടെ ഒരു 120 കോടി രൂപ. 120 കോടി കയ്യിൽ പ്രോജക്റ്റുമായിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അബ്സല്യൂട്ട്ലി. എയർ ടവർ കൺട്രോൾ ബിസിനസ്. അതെ അതെ, അത് വെച്ചാണ് ഞങ്ങൾ ടീം ബിൽഡപ്പ് ചെയ്യുന്നത്. ടീം ബിൽഡപ്പ് ചെയ്ത് എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കേഴ്സ് ഇല്ല. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പം ഞങ്ങൾ എല്ലാം കൂടെ ഒരു 10-12 കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ് വളർന്നത് അല്ലേ? അത് എക്സിക്യൂട്ട് ചെയ്തോ? പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്തു. ദുബായിലും അബുദാബിയിലും അത് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ അന്ന് റിസഷൻ്റെ സമയമായിരുന്നു. അപ്പോൾ ദുബായ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കാശ് കിട്ടാൻ വലിയ പ്രോബ്ലം ആയിരുന്നു. 2 പ്രോജക്ട്സും സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. ടൈമിന് പറഞ്ഞ സമയത്ത് ഹാൻഡ് ഓവർ ചെയ്തു. ദുബായ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ദുബായ് സിവിൽ ഏവിയേഷൻ്റെ സൈഡിൽ നിന്നും മെയിൻ കോൺട്രാക്ടറിൻ്റെ സൈഡിൽ നിന്നും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ റെക്കഗ്നീഷനും തന്നു. എന്ന് വെച്ചാൽ ഞങ്ങളായിരുന്നു ആദ്യത്തെ സബ് കോൺട്രാക്ടർ ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പിക്ചർ, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അദ്ദേഹം ഞങ്ങളുടെ ക്യാബിനകത്ത് വന്ന്, ഞങ്ങളുടെ ടവറിനകത്ത് വന്ന് ഞങ്ങളുടെ ക്യാബിനിൽ നിന്ന് ബൈനോക്കുലർ വെച്ച് കംപ്ലീറ്റ് പ്രോജക്റ്റ് വ്യൂ ചെയ്യുന്ന ഒരു പടം പിറ്റേ ദിവസം പേപ്പറിൽ വന്നു. അതെനിക്ക് ഭയങ്കര വലിയൊരു റെക്കഗ്നേഷൻ ആയിരുന്നു. അവിടെ നിന്നാണ് താങ്കളുടെ വളർച്ച. അവിടെ നിന്ന് ആ കമ്പനി, അതായത് താങ്കളുടെ ആ UK സുഹൃത്തുമായി ചേർന്ന കമ്പനി എത്ര പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്തു? അത് കഴിഞ്ഞ് ഞങ്ങൾ UAE പ്രോജക്ട്സ് റിസഷൻ വന്നുകൊണ്ട് എനിക്ക് ചെറിയൊരു സ്ലംപ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ UAE നിന്ന് മാറി തിരിച്ച് നാട്ടിൽ വന്ന് എല്ലാം വൈൻഡപ്പ് ചെയ്ത്
റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മസ്കറ്റിൽ റൈസ് എന്ന് പറഞ്ഞു, റൈസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി മസ്കറ്റിൽ കുറേ പ്രോജക്ട്സ് വരുന്നുണ്ട്, നിങ്ങൾ സ്പെസിഫൈഡ് ആണ്, നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നതിനോട് ഞങ്ങളുടെ കൂടെ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ മസ്കറ്റിൽ പോകുന്നു. മസ്കറ്റിലെ 7 പ്രോജക്റ്റ് ഉള്ളതിൽ 6 പ്രോജക്ട്സും ഞങ്ങൾ ചെയ്തു. 6 പ്രോജക്റ്റും ഞങ്ങൾ ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ചെയ്തത്. ആ കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നു. ആ കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറച്ചുപേർ അവിടെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് 2-3 പ്രോജക്ട്സ് എക്സ്ട്രാ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു റിസഷൻ ആൻഡ് കോവിഡിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം അത് കുറച്ച് ഡിലേഡ് ആവുന്നത്. പക്ഷേ അവിടുന്ന് വളരെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ഇറ്റ് കണ്ടിന്യൂസ്. പിന്നെ അവിടെ ഒരു പ്രോജക്റ്റ്, ആ കൺട്രിയിൽ ഒരു പ്രോജക്റ്റ് വന്നാൽ എന്തായാലും ഞങ്ങൾക്ക് പ്രിഫറൻസ്. ദുബായ്, അബുദാബി, മസ്കറ്റായി ടോട്ടൽ എത്ര പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്? ഖത്തറിലെ സദ്ദാം ഹുസൈനെ ഇട്ടിരുന്ന അൽ-ഉദൈദ് എയർബേസിൻ്റെ കൺട്രോൾ ടവർ ഞാൻ പണിതാണ്. ഖത്തർ, ഈജിപ്റ്റ്, മൊറോക്കോ, ഇപ്പം മൊറീഷ്യസ് ചെയ്യുന്നുണ്ട്, UAE, ഒമാൻ, ഇത്രയും സ്ഥലങ്ങളിലെ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ സിവിലിയൻ പ്രോജക്ട്സ് കൂടാതെ US-ൻ്റെയും UK-യുടെയും എയർബേസസ് വി ആർ ക്വാളിഫൈഡ്. ഇപ്പോൾ F-16 അപ്ഗ്രേഡേഷൻ വന്നാൽ അവർ ഞങ്ങളെ വിളിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന കുറേ സീക്രട്ടീവ് പ്രോജക്ട്സ് ഉണ്ട്, അവിടുത്തെ കൺട്രോൾ ടവേഴ്സൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. നിരവധി പ്രോജക്റ്റുകൾ. അതെ. ഇപ്പോൾ എന്താണ് ബിസിനസിൻ്റെ സ്റ്റേറ്റസ്? ഇപ്പം ഞങ്ങൾക്കൊരു കൊല്ലത്തിൽ 2 പ്രോജക്ട്സ് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു നിഷ് മാർക്കറ്റാണ്, വളരെ ടെക്നിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻ്റർനാഷണലായിട്ട് 2 പേറ്റൻസ് ഉണ്ട്. ഒന്ന് ഗ്ലാസിൻ്റെ പേറ്റൻ്റാണ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഗ്ലാസ് അല്ല. ഞങ്ങളുടെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ക്ലീനിങ് ഗ്ലാസ് ആണ്. ആരും ക്ലീൻ ചെയ്യേണ്ട, തന്നെത്താനെ ക്ലീൻ ചെയ്യും ഗ്ലാസ്. അപ്പോൾ ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസിൻ്റെ തിക്നെസ് ഒരു 2 ഇഞ്ച് കനം വരും. ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. പക്ഷേ വളരെ സ്പെഷ്യലായിട്ട് ഒരു മനുഷ്യൻ്റെ തലമുടിയുടെ 10-1 കനമുള്ള ടങ്സ്റ്റൺ ഫിലമെൻറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുവാണ് ഗ്ലാസ്സിനകത്ത്. അതൊരു സ്ക്വയർ മീറ്റർ ഗ്ലാസ് എടുത്ത 1 കിലോമീറ്റർ ടങ്സ്റ്റൺ ഉണ്ട്. അപ്പോൾ അത് ഗ്ലാസ് തന്നെത്താൻ ഈ വേപ്പർ വന്ന് പിടിക്കുന്നത് ഗ്ലാസ് സെൻസ് ചെയ്ത് തന്നെത്താനെ ചൂടായി എപ്പോഴും ഗ്ലാസ് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഗ്ലാസ്സിനകത്തൊരു ഡേർട്ട് വന്ന് പിടിക്കത്തില്ല. അതുകൊണ്ട് കൺട്രോൾ ടവർ എപ്പോഴും അത് ക്ലീൻ ആയിട്ട് 360 ഡിഗ്രി ആംഗിൾ അവർക്ക് കാണാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ടാമത് ഡെവലപ്പ് ചെയ്ത ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഫ്രെയിം ഇല്ലാതെ തന്നെ ഗ്ലാസ് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം കൊണ്ടുവന്നു. അപ്പോൾ കൺട്രോളറിന് ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ വിസിബിലിറ്റി ത്രൂ ഔട്ട് ആയിട്ട് ഒരു തടസ്സവും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു പേറ്റൻറ്റഡ് ഇതാണ് ഹൈ വിഷൻ എയർ ട്രാഫിക് കൺട്രോൾ ക്യാബിൻ. അത് ഞങ്ങളുടെ ഡിസൈനാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ക്വാളിറ്റി എന്നൊരു കാര്യം വലിയൊരു കൺസിഡറേഷൻ അല്ല. അവിടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇസ് ദ പ്രൈസാണ്. അപ്പോൾ ഒരു ടെൻഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരൊരു 80% വെയിറ്റേജ് കൊടുക്കുന്ന പ്രൈസിനാണ്, 20% വെയിറ്റേജ് ക്വാളിറ്റിക്ക് കൊടുക്കത്തുള്ളൂ ആൻഡ് മെറിറ്റ്. അതേസമയം ഓവർസീസിൽ അവർ നേരെ തിരിച്ചാണ്. അവർ 80% വെയിറ്റേജ് കൊടുക്കുന്ന മെറിറ്റിനാണ്, 20% പ്രൈസിന് കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന 28 പ്രോജക്റ്റിലും ഞങ്ങൾ H1 ആണ്, ഹയസ്റ്റ് ആണ്, ഞങ്ങൾ ലോവസ്റ്റ് അല്ല. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടുന്നു പറഞ്ഞാൽ ദാറ്റ് ടോക്സ് അബൌട്ട് ദ മെറിറ്റ്. ഇപ്പോൾ ബേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇപ്പം ഞാൻ ടെമ്പററിലി ഐ എം ബേസ്ഡ് ഔട്ട് ഓഫ് കേരള ഓൺലി. പക്ഷേ ഞങ്ങൾക്ക് പ്രോജക്ട്സ് നടക്കുന്നത്, ഞങ്ങൾ ജിപ്സീസിനെ പോലാണ്. ഞങ്ങൾക്ക് പ്രോജക്റ്റ് നടക്കുന്ന ഇപ്പം മൊറീഷ്യസിലും UAE-യിലും ആയതുകൊണ്ട് വി കീപ്പ് ഓൺ ട്രാവലിംഗ്. പക്ഷേ ഞങ്ങളുടെ ടീം പെർമനൻ്റ് ആയിട്ട് മൊറീഷ്യസിലും UAE-യിലും ഒമാനിലും ഉണ്ട്. ടോട്ടൽ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു? ഞാൻ നല്ല പീക്ക് ടൈമിൽ വി ഹാഡ് അബൌട്ട് 120+ പീപ്പിൾ, all architects and engineers working with us. ഇപ്പം റൈറ്റ് നൗ വി ഹാവ് അബൌട്ട് 30+ സ്ട്രെങ്ത് വർക്കിംഗ് വിത്ത് us. പക്ഷേ പ്രോജക്റ്റ് തുടങ്ങുമ്പം വെൻ ദ പ്രോജക്റ്റ് ഇസ് മൊബിലൈസ്ഡ് ഓരോ പ്രോജക്റ്റിലും വി ഹാവ് അബൌട്ട് 100 to 120 പീപ്പിൾ വർക്കിംഗ്. അപ്പോൾ 2 പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 250 പേര് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും. തൊഴിൽ എപ്പോഴും 250 പേർക്ക് തൊഴിലുണ്ടാവും. പ്രോജക്റ്റ് റൺ ചെയ്യുന്ന എന്ത് വിറ്റുവരവുണ്ട്? ഞങ്ങൾക്ക് ഓരോ കൺട്രോൾ ടവറിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ചില ടവേഴ്സ് വളരെ ടോൾ ആയിട്ടുള്ള ടവേഴ്സ് ഉണ്ട്. അബുദാബി ടവർ 106 മീറ്റേഴ്സ് ആയിരുന്നു. ഞങ്ങൾ 20 മീറ്ററുള്ള ടവറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടവറിൻ്റെ സൈസ് അനുസരിച്ച് ഒരു നോർമൽ ഒരു ടവറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു $5 to $10 million to about $20 to $30 million. ഇന്ത്യൻ റുപ്പീസിൽ ഒരു ആനുവൽ ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? ഒരു 50 തൊട്ട് 100 കോടി വരെ 100 കോടി ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അതെ. സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫീൽഡ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയാം. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങളുടെ കോർ സ്ട്രെങ്ത് മാറി ചെയ്യല്ല. എന്നുവെച്ചാൽ കോർ സ്ട്രെങ്ത്തിൽ തന്നെ നിന്ന് അത് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നാലേ നിങ്ങൾക്ക് അതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിനകത്ത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുവാണ്, ഞങ്ങൾ പുതിയ ഡിസൈൻസ് കൊണ്ടുവരുന്നുണ്ട്.
I think we will be busy for the next 5 to 10 years. അതിനുള്ള പ്രോജക്റ്റുകൾ കയ്യിലുണ്ട്. അതിനുള്ള പ്രോജക്ട്സ് അതെ, അതിനുള്ള പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ ഇത് വലിയ മാർക്കറ്റൊന്നുമല്ല, വളരെ ചെറിയ മാർക്കറ്റാണ്, കുറച്ച് പ്ലെയേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും അറിയാം. നിങ്ങൾ കേട്ടു, ഉണ്ണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു മലയാളി സംരംഭകൻ നാട് വിട്ട് ഒമാനിൽ പോയി അവിടെ നിന്ന് ദുബായിൽ വന്ന് കേവലം 2000 ദിർഹം കയ്യിലുണ്ടായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ, അത് മൂലധനമായി ഇന്ന് 100 കോടി വിറ്റുവരവുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ എയർപോർട്ട് ടവർ, ആ ടവർ നിർമ്മിക്കുന്ന ഏക മലയാളിയും ഭാരതീയനുമാണ്. നമുക്ക് അഭിമാനിക്കാം, ഇത്തരമൊരു സംരംഭകൻ നമ്മുടെ ഇടയിലുണ്ടെന്ന് ആരും അറിയാതെ പോയതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഇദ്ദേഹത്തിൻ്റെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കേട്ടതാണ് ഡോക്ടർ സ്പെൻസർ ജോൺസിൻ്റെ ഹൂ മൂഡ് മൈ ചീസ്. ആരാണ് എൻ്റെ ചീസ് എടുത്തുകൊണ്ട് പോയത്? റിസ്ക് എടുക്കാനും ഇന്നുള്ള കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ വളരും എന്നുള്ളതിന് ഏറ്റവും ക്ലാസിക് കേസ് സ്റ്റഡിയാണ് ശ്രീ ഉണ്ണി ഭാസ്കർ. സർ, താങ്ക് യു സോ മച്ച്. താങ്കളുടെ വളരെ എളിയ എന്നാൽ വലിയ ഒരു കഥ തന്നെയാണ്, ആർക്കും അധികം അറിയാത്ത തന്നെ ഒരു കഥയാണ്. ഒരു മലയാളി ഇതുപോലെ ഗ്ലോബൽ മാർക്കറ്റിൽ പോയി ഒരു വലിയ ഉണ്ണി ഭാസ്കർ എന്ന് പറയുന്നത് എയർപോർട്ടുകളുടെ ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു പേരുകളായിരിക്കാം ആ മേഖലയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ സംരംഭം ഇനിയും വളരട്ടെ, നിരവധി എയർപോർട്ടുകൾക്ക് ടവറുകൾ ഉണ്ടാകട്ടെ, എയർപോർട്ടുകളൊക്കെ സുരക്ഷിതമായിരിക്കട്ടെ. ഇത്തരം അപകടങ്ങളൊക്കെ വരുമ്പോൾ നെഞ്ചിൽ തീയാണ്, ഈ ടവറുകാരൊക്കെ ശരിക്കും കാണാൻ പറ്റട്ടെ എന്നൊക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ സ്പാർക്കിലേക്ക് വരാനും താങ്കളുടെ ഈ കഥ പ്രസൻറ്റ് ചെയ്തതിലും വളരെ നന്ദിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.